ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് മോളുടെ ആരാ? അച്ഛൻ. അച്ഛനമ്മയെ ഉപദ്രവിക്കാറുണ്ടോ? പറമോളെ. ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല. നടന്നിട്ടുണ്ട്. എന്നെ തല്ലിയിട്ടുണ്ട് സർ. അച്ഛന്റെ മുമ്പിലിട്ട് ഇയാളെന്നെ തല്ലിയിട്ടുണ്ട്. അച്ഛന്റെ മുന്നിലിട്ടല്ല, അച്ഛൻ തന്നെ തല്ലിയിട്ടുണ്ട്. അങ്ങനെ അവളുടെ കയ്യിലിരിപ്പ്. എന്താ മിസ്റ്റർ നിങ്ങളൊന്നും മിണ്ടാത്തെ? സർ, വീണ എന്തൊക്കെയാ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ കുടുംബത്തിനകത്ത് കയറി വന്ന് വീണ ഞങ്ങളെ ദ്രോഹിക്കുന്നത്. ഇവിടെ കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ളത് നേരാ. പക്ഷേ ഇതുവരെ ആ കുഞ്ഞിനെ നോക്കി വളർത്തിയത് ഞാനും അമ്മാവനും കൂടിയാ. സാറേ, ഇവിടെ ഞങ്ങളൊക്കെ ഇട്ടറിഞ്ഞിട്ട് പോയതാ. 5-6 വർഷം ആ കുഞ്ഞിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ട് പോലും ഇല്ല. ഇവള് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് മോളോടുള്ള സ്നേഹവും കൊതിയും കൊണ്ടൊന്നും അല്ല. എന്റെ സമ്പാദ്യമൊക്കെ വേണം, അതിനു വേണ്ടിട്ടാ. അതെന്തായാലും ഞാൻ കൊടുക്കൂല സാറേ. അതേ ഇവനും പിന്നെ ആ കുഞ്ഞിനും വേണ്ടിട്ടുള്ളതാ. അല്ലാതെ ഇവളുടെ ദേഹത്തൊന്നും ആരും കൈയൊന്നും വെച്ചിട്ടില്ല. മോളെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക് സാറേ. അവള് കണ്ട കാര്യം കണ്ടതുപോലെ പറയല്ലോ. വിളിക്ക്, ഞാൻ വിളിക്കാം. അല്ലെ വേണ്ട, നീ തന്നെ വിളിക്ക്. കല്യാണി, കല്യാണി, മോളെ കല്യാണി. മോളിങ് വന്നേ. വാ മോളെ. ചെല്ലും മോളെ. മോള് പേടിക്കണ്ട കേട്ടോ. അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് മോളുടെ ആരാ? അച്ഛൻ. അച്ഛനമ്മയെ ഉപദ്രവിക്കാറുണ്ടോ? പറമോളെ, മോളുടെ മുമ്പിൽ വെച്ച് അച്ഛൻ അമ്മയെ തല്ലാറുണ്ടോ? കല്യാണി മോള് ഭാഗ്യമുള്ളവളാ. അതുകൊണ്ടാ ഇത്രയും നല്ല അച്ഛനും മോൾക്ക് കിട്ടിയത്. മോളൊരിക്കലും അച്ഛനെ വിട്ട് പോവരുത് കേട്ടോ. ആര് വന്നാലും പോവരുത്. സാറേ, അവളെ ഇവര് പേടിപ്പിച്ചിട്ടുണ്ട് സാറേ. അയ്യോ, ഞങ്ങളാ? മോളെ, അങ്കിള് ചോദിച്ചതിന് മറുപടി പറ. അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത് മോള് കണ്ടിട്ടുണ്ടോ? ഇല്ല, അച്ഛൻ ആരെയും അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ കൂടുതൽ ബഹളം വെക്കണ്ട. അമ്മ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ? ഉണ്ട്. എപ്പോഴും അമ്മ ബഹളം വെക്കുകയും ചെയ്യും, വഴക്കിടുകയും ചെയ്യും. മോള് പോയിക്കോ. സാറേ, ഇവര് കുഞ്ഞിനെ പഠിപ്പിച്ചു വെച്ചിരിക്കാം. എനിക്കെതിരെ സംസാരിക്കാം. അയ്യോ, ആര്? പരാതിയെ കുറിച്ച് ഇവരറിയുന്നത് ഇപ്പോഴല്ലേ? പിന്നെ എങ്ങനെയാണോ നേരത്തെ പഠിച്ചു വെച്ചു എന്ന് പറയുന്നത്? സാറേ, അത് പിന്നെ
ഉം. ഒരു പരാതി കിട്ടിയ അത് അന്വേഷിക്കേണ്ടത് എന്റെ ചുമതലയാ. എല്ലാവരോടും സംസാരിച്ച് ഈ കുടുംബത്തിന്റെ ഏകദേശ ചിത്രം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. താനെങ്ങനെ നിഷ്കളങ്കം ചമയാൻ ശ്രമിക്കണ്ട. പിന്നെ സ്വത്തിന്റെ അവകാശത്തിന്റെ നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിലേ അത്തരം കാര്യങ്ങൾക്ക് കോടതിയെ സമീപിക്കണം. ഓ അല്ലാതെ ഒരു വീട്ടിൽ കിടന്ന് അംഗം വിട്ടല്ല ചെയ്യേണ്ടത്. ഈ നാട്ടിൽ നിയമവാഴ്ചയൊക്കെ ഉണ്ടല്ലോ. ഓ സാറേ. തൽക്കാലം ഹരിയുടെ ഈ കേസ് ഏറ്റെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈശ്വര. മിസ്റ്റർ രാമകൃഷ്ണൻ, ഓ എന്തോ സാറേ? കുടുംബനാഥൻ എന്ന നിലയ്ക്ക് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് നിങ്ങളല്ലേ? ആണ് സാർ. തീരുമാനം എന്താന്ന് വെച്ചാൽ എടുത്ത് തീരുമാനിക്കും. ഓ എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ. ആ ശരി. ഡേയ്, ഇതാണല്ലേ വേറെ ആൾക്കാർ അന്വേഷിച്ച് പോലീസ് വരും പറഞ്ഞേ? ആ ഇനിയിപ്പോഴേ ഈ കാര്യത്തില് ഞാനൊരു തീരുമാനം എടുത്തോളാം, കേട്ടാ? ഓ ശടാ. ആ എനിക്ക് എന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടം. അച്ഛനെ ആരും ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എടാ, ആ കുഞ്ഞിനുള്ള ബോധം പോലും ആ കേറിപ്പോയവർക്ക് ഇല്ലല്ലോ. അമ്മാവൻ വീണയോട് വഴക്കിനൊന്നും പോണ്ട. ഹ, എന്ത് വഴക്ക്? ഇതിന് പരിഹാരമോ വേണ്ടേ?